ഹലോ, കുറേ കാലമായിട്ടുള്ള ഞങ്ങളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഗേൾസ് ട്രിപ്പ് പോകണം എന്നുള്ളത്. ഞങ്ങളെല്ലാവരും ഡിഗ്രി മുതലേയുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. മോർ ദാൻ 10 ഇയേഴ്സായി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്ത് കണ്ണും പൂട്ടി ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു കേട്ടോ. ആ ഡേറ്റിന് എന്താണെങ്കിലും പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കഷ്ടകാലത്തിന് റെഡ് അലേർട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ, നമുക്ക് പോവാമെന്ന് കേട്ടോ. നോക്കുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ഞങ്ങളൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതേ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ തിരിച്ചും വന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ലൊരു മഞ്ഞും. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ തുടങ്ങി, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നട്ടുച്ച സമയത്താണ് നമ്മളവിടെ എത്തിയത്, കൃത്യം 1 മണി സമയത്ത്. പക്ഷേ ആ സമയത്തും അവിടെ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നേ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ കൂടി അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നട്ടുച്ച സമയമായിട്ടും ഇത്രയും നല്ല കോടയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അതിശയം കേട്ടോ. കറക്റ്റ് ഒരു വയനാട്ടിലോ മൂന്നാറിലൊക്കെ പോയ ഒരു അവസ്ഥയായിരുന്നേ. നല്ല കാറ്റൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ ഒരു റൗണ്ട് വില്ലയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് 5 പേർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ അല്ലാത്ത റൂംസും വാലി വില്ലാസും ഒക്കെ ഉണ്ട്. ഞങ്ങളെടുത്തത് ഈ റൗണ്ട് വില്ലയാണ്. ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. നല്ലൊരു മലയുടെ മുകളിലാണ്, നല്ല താഴോട്ടേക്കൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അകത്തോട്ടേക്ക് കയറി. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നട്ടുച്ച സമയമല്ലേ. അപ്പോൾ പിന്നെ ബാഗൊക്കെ അവിടെ വെച്ച് വേഗം ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ. റൂമിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല വ്യൂ ഉണ്ടായിരുന്നു പുറത്തോട്ടേക്ക്. ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടയൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. റെഡ് അലേർട്ടൊക്കെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും കൊടയൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് വന്നത് കേട്ടോ. വലിയ മഴയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ കൊടയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. റോമ പക്ക വെജിറ്റേറിയൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റിയ ഫുഡൊന്നും ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഓൾറെഡി വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നൈറ്റിലേക്കേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞാൽ അവളും ഞങ്ങളെ കൂടെ വന്നതാണ്. ഞങ്ങൾ പൊറോട്ടയും കറിയൊക്കെ കഴിച്ചു. അവൾ പാവം ഒരു ആപ്പിൾ ജ്യൂസാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊരു റീൽസ് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിങ്ങിലാണ്. ഐശ്വര്യനെ കൊണ്ട് കളിപ്പിക്കാൻ ഞാൻ കുറേ നോക്കി. പക്ഷേ ആൾക്ക് ഭയങ്കര നാണം. നന്നായി കളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കളിക്കാൻ ഭയങ്കര നാണം. അവൾ കളിക്കുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അവളെ കളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ, പക്ഷേ നടന്നില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും കളിക്കാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും റീൽസൊക്കെ എടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി എന്തായാലും ഒരു റീൽ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. വെറുതെ ജസ്റ്റ് ഒന്ന് കളിച്ചൊക്കെ നോക്കി. ഏതായാലും പുറത്ത് നല്ല മഴയൊക്കെയാണല്ലോ. അപ്പം ഞങ്ങൾ റീൽസൊക്കെ അവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എന്നിട്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പിലാണ് കേട്ടോ. അത് ഗേൾസ് എല്ലാവരും കൂടി ഒത്തുകൂടിയാൽ പിന്നെ അറിയാമല്ലോ. റോമ നല്ല അടിപൊളി കമ്മലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആൾ ഗുജറാത്തിയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഗുജറാത്ത് പോയപ്പോൾ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ഞാനും ഒന്ന് ട്രൈ ചെയ്തു നോക്കി കേട്ടോ, റോമേൻ്റെ ഒരു കമ്മലെടുത്തിട്ട്. ഞങ്ങൾ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയതും ഫുൾ കോടയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ അവിടുത്തെ വൈബ്. ഞങ്ങൾ അവിടെയൊക്കെ കുറേ ഓടി നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ റീലെടുക്കാൻ പറ്റിയൊരു സ്ഥലവും അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ റൗണ്ട് വില്ല കുറച്ച് മുകളിലായിരുന്നേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ താഴോട്ടേക്ക് ഇങ്ങനെ വന്നതാണ്. റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടുന്നൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് നമുക്ക് കാണായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾ റീലെടുത്തത് കേട്ടോ. ഇതാണ് ഞങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെച്ച സാധനം. കുറേയൊന്നും ഞങ്ങൾ ടേക്ക് എടുത്തില്ല, 2 ടേക്കേ എടുത്തിട്ടുള്ളൂ. അത് മതിയെന്ന് പറഞ്ഞു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ നല്ല റീലൊക്കെ എടുത്ത് അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് കക്കാടംപൊയിലുള്ള മിസ്റ്റേക്കിയൻ റിസോർട്ടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പാർട്ട് 2 ആക്കിയിടാം കേട്ടോ. ഓക്കേ, ബൈ ബൈ.